റയൽ മാഡ്രിഡ് PS ബാഴ്സലോണ മത്സരത്തിലെ ഫേവറേറ്റ്സുകൾ FC ബാഴ്സലോണയല്ലേ? ഇത് ചോദിക്കുന്നത് ആഞ്ചലോട്ടിയോടാണ്. ഗെറ്റാഫയുമായിട്ടുള്ള മത്സരത്തിന് ശേഷം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ശരിക്കും ഫേവറേറ്റ്സുകൾ FC ബാഴ്സലോണയല്ലേ എന്ന്. നമുക്കറിയാം, റയൽ മാഡ്രിഡിൻ്റെ സ്റ്റാറ്റസ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലായിട്ട് നിർണായക മത്സരങ്ങളായിട്ട് തോറ്റുകൊണ്ട് നിൽക്കുകയാണ്. അതുമാത്രമല്ല, കഴിഞ്ഞ ബാഴ്സയുമായിട്ടുള്ള ഒരു ക്ലാസിക്കോ മത്സരങ്ങളിലൊക്കെ ബാഴ്സയോട് തോറ്റിക്കുകയാണ് റയൽ മാഡ്രിഡ്. മാത്രമല്ല, ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് ഇപ്പോൾ പുറത്തായി നിൽക്കുന്ന ടീമാണ്. അതിൻ്റെയൊക്കെ പുറത്ത് കാർലോസ് ആഞ്ചലോട്ടിയുടെ പരിശീലക സ്ഥാനം എന്താകും എന്നുള്ളതുള്ളൊരു ഇതിൽ നിൽക്കുകയാണ്. എല്ലാം കൊണ്ടൊരു മോശം സിറ്റുവേഷനിലാണ് റയൽ മാഡ്രിഡ് ഉള്ളത്. പക്ഷേ FC ബാഴ്സലോണ, മറ്റൊരു സൈഡിൽ ബാഴ്സലോണയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർ കത്തിക്കയറി നിൽക്കുന്ന ഒരു സമയമാണ്. ലാലിഗയിലായിക്കോട്ടെ, ചാമ്പ്യൻസ് ലീഗിലായിക്കോട്ടെ, അവർ കളിക്കുന്ന മത്സരങ്ങളിലൊക്കെ അവർ തീപ്പാറുന്ന പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ ലാമിൻ യമാൽ, ലെവൻഡോസ്കി സംഖ്യമൊക്കെ അവരുടെ കരിയറിലെ ഏറ്റവും മികച്ച സമയത്തിലൂടെ തന്നെയാണ്. ഇപ്പോൾ കോപ്പ ഡെൽ റേ ഫൈനലാണ് ഇനി വരാൻ പോകുന്നത്. ഈ ഒരു മത്സരത്തിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ കാർലോസ് ആഞ്ചലോട്ടിയോട് തന്നെ ചോദിച്ചത് ആളുകൾ, ശരിക്കും ഫേവറേറ്റ്സുകൾ ബാഴ്സലോണയല്ലേ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം കൊടുത്ത മറുപടി ശരിയായിരിക്കാം. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഫൈനൽ എന്നും ഫൈനൽ തന്നെയാണ് എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. എന്തും സംഭവിക്കാം, ഫൈനൽ എപ്പോഴും ഫൈനൽ തന്നെയാണ് എന്ന. കോപ്പ ഡെൽ റേയിൽ മുന്നുള്ള കണക്കുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ, ഫൈനൽ മത്സരത്തിലെ കണക്കുകൾ 2 ടീമുകൾ ഏറ്റുമുട്ടിയ കണക്കെടുത്തു കഴിഞ്ഞാൽ 7 തവണ ഏറ്റുമുട്ടിയപ്പോൾ 4 തവണ അതിൽ റയൽ മാഡ്രിഡ് വിജയിച്ചത്, 3 തവണയാണ് ബാഴ്സയ്ക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഇപ്പോഴത്തെ നിലവിൽ 2 ടീമുകളുടെയും സ്റ്റാറ്റസ് എടുത്ത് നോക്കുമ്പോൾ അവിടെ ബാഴ്സലോണ ഒരു പിടി മുന്നിലാണ്. എങ്കിലും റയൽ മാഡ്രിഡിനെ അത്ര പെട്ടെന്ന് അങ്ങനെ എഴുതി തള്ളാൻ കഴിയില്ല. റയലിനെ അങ്ങനെ എഴുതി തള്ളാനായിട്ടില്ല. അവർ തിരിച്ചു വരുമെന്നൊക്കെ പലരും പറയുന്നുണ്ട്. ഞമ്മക്ക് കാത്തിരിക്കാം. റയൽ തിരിച്ചു വരികയാണെങ്കിൽ ഏറ്റവും ബെറ്ററായിട്ട് തിരിച്ചു വരാൻ പറ്റിയ സമയമാണ് ബാഴ്സലോണയ്ക്കെതിരെ. ഫ്ലിക്കിൻ്റെ കത്തി നിൽക്കുന്ന ബാഴ്സയ്ക്കെതിരെ തിരിച്ചു വരികയാണെങ്കിൽ അത് റയലിന് മുന്നോട്ടുള്ള അടുത്ത ഗെയിമുകളിലേക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുമെന്നുള്ളത് തീർച്ചയാണ്. കാത്തിരിക്കാം നമുക്ക് ആ ഒരു മികച്ചൊരു ഗെയിം കാണാൻ വേണ്ടിയിട്ട്.